ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി കോടതിയിൽ സമർപ്പിച്ച പാസ്പോർട്ട് വിട്ടുകിട്ടുന്നതിന് വേണ്ടി കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുള്ള നടൻ ദിലീപ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഷബ്ന സിയാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഷബ്ന, ബിനിൽ, ഇന്നലെയാണ് ഇത്തരം ഒരു ഹർജിയുമായി ദിലീപ് കോടതിയെ സമീപിച്ചത്. നമുക്കറിയാം, ദിലീപിനെ 83 ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്നു. ജയിലിൽ കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതിയാണ് ദിലീപിന് ജാമ്യം അനുവദിക്കുന്നത്. അന്ന് ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി ഈ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനോ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാനോ ഒന്നും തന്നെ ശ്രമിക്കരുത്. അതോടൊപ്പം സെക്യൂരിറ്റി ബോണ്ട് അടക്കമുള്ള വ്യവസ്ഥകൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി സെഷൻസ് കോടതിയിൽ പാസ്പോർട്ട് സറണ്ടർ ചെയ്തിരുന്നു. അതിനുശേഷം കോടതിയുടെ അനുമതിയോടുകൂടി പാസ്പോർട്ട് വിട്ടുകൊടുക്കുകയും വിദേശയാത്രകൾ നടത്തുകയും ഒക്കെ ദിലീപ് ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ. പക്ഷേ ഈ പാസ്പോർട്ട് പൂർണ്ണമായും വിട്ടുകൊടുക്കുകയോ അത്തരത്തിലുള്ള, അതായത് ഈ കേസിൻ്റെ വിചാരണ ഇത്തരത്തിൽ നീണ്ടുപോയൊരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ 8 വർഷത്തോളം നീണ്ട കേസാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാസ്പോർട്ട് നൽകിയിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഏതായാലും കുറ്റവിമുക്തനായതിനെ തുടർന്ന് അത്തരത്തിലുള്ള നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ പാസ്പോർട്ട് ഈ സറണ്ടർ ചെയ്ത പാസ്പോർട്ട് വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് ദിലീപ് കോടതിയെ സമീപിച്ചത്. ഒരു പക്ഷേ ഇന്ന് അതിൽ തീരുമാനം പറയാൻ സാധ്യതയുണ്ട്. കാരണം കുറ്റവിമുക്തനാക്കിയ പ്രതിയാണ്. ആ പ്രതിയെ സംബന്ധിച്ച് പാസ്പോർട്ട് ഈ കോടതിയിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് തന്നെ കോടതി അതിൽ തീരുമാനം പറയുകയും ദിലീപിൻ്റെ പാസ്പോർട്ട് വിട്ടുകൊടുക്കുകയുമാണ് സാധ്യത.